പങ്കെടുത്താൽ അയോഗ്യത കാര്യങ്ങളിൽ എത്തൂലല്ലോ, പങ്കെടുക്കും. മാത്രമല്ല അങ്ങനെ അയോഗ്യത വരാൻ പോകുന്നില്ല. അയോഗ്യതയൊന്നും ആർക്കും വരാൻ 101 കൗൺസിലർമാരിൽ ആർക്കും തന്നെ ഈ 5 വർഷം ഒരു അയോഗ്യതയും വരാൻ പോകുന്നില്ല. എന്തായാലും ഈ 5 വർഷവും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആരും തന്നെ അയോഗ്യരാവാൻ പോകുന്നില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ മുനിസിപ്പൽ ആക്ട് ഉണ്ട്. ഇവിടെ മുനിസിപ്പൽ ആക്ടിൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. BJP അല്ലെങ്കിൽ VV രാജേഷ് ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വലിച്ചു താഴെ ഇടാമെന്ന പ്രതീക്ഷയ്ക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ സുഗതന്റെ വീണ്ടുമുള്ള സത്യപ്രതിജ്ഞ കോടതി അനുവദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കമ്മിക്കും കൊങ്ങിക്കും വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയും, സംഘിക്കാണെങ്കിൽ അതൊരു ഏറ്റവും വലിയ തോതിലുള്ള ഒരു വിജയമായി തൽക്കാലത്തേക്കെങ്കിലും കണക്ക് കൂട്ടാൻ പാകത്തിലുള്ള കാര്യമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി കമ്മിക്കും കൊങ്ങിക്കുമുള്ള ഏക ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത്, സുഗതൻ ഈ പറയുന്ന തോതിൽ 3 തവണ കോർപ്പറേഷനിൽ വരാതിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അയോഗ്യനാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തരത്തിലുള്ള ചിന്താഗതിയാണ് ആ കൂട്ടത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്ക് ഒരു കുലുക്കവുമില്ല, ഒരു കൂസലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം VV രാജേഷ് എന്ത് ധൈര്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കോൺഫിഡൻസ് ലെവലിന്റെ ആ ഒരു കാരണം എന്ന് പറയുന്നത്. അതായത് സുഗതൻ എന്നല്ല 101 കൗൺസിലർമാരും അയോഗ്യരാവത്തില്ല എന്ന്. ബാക്കിയുള്ള കാര്യം പോട്ടെ, പക്ഷെ സുഗതന്റെ കാര്യം ഇത്രത്തോളം അങ്ങ് കട്ടുകട്ടിയായിട്ട് അങ്ങ് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു കുട്ടൻസ് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ 6 മാസമാണ് സുഗതന്റെ ജയിൽ കാലാവധി, കാപ്പ കേസിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അതിനിടയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം, സുഗതനെ സംബന്ധിച്ചിടത്തോളം ഇളവ് കിട്ടാൻ അല്ലെങ്കിൽ പുറത്തിറങ്ങാനുള്ള വഴികൾ അവർ നോക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ തന്നെ അയോഗ്യനാക്കാനായിട്ടുള്ള അവസരം തേടി നടക്കുന്ന കമ്മി കൊങ്ങികൾക്ക് പണി കൊടുക്കാനായിട്ട് സംഘികൾ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സുഗതൻ കോർപ്പറേഷനിൽ വരാതായി കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന തോതിൽ 3 ടേം കഴിയുമ്പോഴത്തേക്കും സുഗതനെ അയോഗ്യനാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർക്ക് നിലവിൽ പേടിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് അത് BJP വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഉറപ്പ് BJPക്ക് ഉണ്ടാവില്ല. അതായത് VV രാജേഷിനോ BJPയിലെ ഏതെങ്കിലും ഒരു നേതാക്കൾക്കോ സുഗതന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുലുക്കമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സുഗതന്റെ ഒറ്റ ആ ഒരു ഇതാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതായത് 51 എന്നുള്ള കണക്കെന്ന് പറയുന്നത്. സുഗതൻ പോയി കഴിഞ്ഞാൽ, സുഗതൻ അയോഗ്യനാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് 50 മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നിട്ടും ഒരു കുലുക്കവുമില്ല സംഘികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. എന്ത് ഭാവിച്ചാണ് സംഘികൾ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവർ നിലനിൽക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം സുഗതൻ ഈ 6 മാസത്തിനുള്ളിൽ, അതായത് ഈ 6 മാസം എന്നുള്ള ആ ഒരു കണക്ക്, അതിനു മുന്നേ സുഗതൻ പുറത്തിറങ്ങും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ BJPക്ക് ഉണ്ടാകാം. അതാണ് ഇത്രത്തോളം ആ ഒരു കോൺഫിഡൻസ് ലെവല് ഈ പറയുന്ന തോതിൽ സംഘികൾക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഈ പറയുന്ന കമ്മിക്കും കൊങ്ങിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ കോടതിയിൽ നിന്നും ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ള കാര്യം വരുമെന്ന് ഒട്ടും പ്രതീക്ഷ കാണത്തില്ലായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. സുഗതനെ അയോഗ്യനാക്കി ഇപ്പോൾ അവിടെ ഒരു ബോർഡ് തെരഞ്ഞെടുപ്പൊക്കെ നടത്താമെന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു നീക്കങ്ങൾ. പക്ഷെ ചുക്കും നടന്നില്ല. അതുപോലെ തന്നെ ഒരു ട്വിസ്റ്റ് ഇനിയും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് സുഗതൻ എന്ന് പറയുന്ന വ്യക്തി 6 മാസത്തോളം ജയിലിൽ കിടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത, അതിനു മുന്നേ തന്നെ സുഗതൻ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന തരത്തിലോട്ട് BJP അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ സുഗതന്റെ നിയമ പോരാട്ടം വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യത നിയമപരമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. അത് കോടതിയിൽ ആ ഒരു തരത്തിൽ തെളിയുമെന്ന് തന്നെയാണ് BJP 100% അടിയുറച്ച് വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്. അതായത് BJPയുടെ വിശ്വാസം എന്ന് പറയുന്നത് കോടതിയിലായിരുന്നു. അത് VV രാജേഷ് അടക്കം BJP നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. അത് കോടതിയിൽ എന്തായാലും സത്യപ്രതിജ്ഞയോടുകൂടി തന്നെ തെളിഞ്ഞിരിക്കുന്നു. കോടതിയുടെ ആ ഒരു വിശ്വാസം അത് BJPക്ക് പോസിറ്റീവായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി കാപ്പ കേസിന്റെ കാര്യത്തിൽ അതിൽ 6 മാസത്തെ ആ ഒരു തടവ്, അതിൽ എന്തു മാറ്റം ഉണ്ടാകും? 6 മാസത്തോളം സുഗതൻ അതിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയോഗ്യത ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയെന്ന് വരാം. കാരണം ഇനി ഒരൊറ്റ കൗൺസിൽ യോഗത്തിന്റെ കാര്യം കൂടി കഴിയുമ്പോഴത്തേക്കും സുഗതന് പിന്നും പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയേക്കാം. പക്ഷേ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് സമയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് സുഗതൻ ഈ പറയുന്ന തീയതിക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ 8ന്റെ പണി കിട്ടിയാനെ. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ
BJPക്ക് കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് കിട്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തിരിച്ചടിയായിരിക്കുന്നത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം കൊണ്ട് സുഗതനെ പുറത്തിറക്കാനായിട്ടുള്ള വഴികൾ BJP എന്തായാലും മുന്നോട്ട് വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നിലവിലത്തെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഗതൻ 6 മാസം എന്നുള്ള ആ ഒരു കണക്ക് അതിനു മുന്നേ തന്നെ പുറത്തിറങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും സുഗതൻ എന്ന് പറയുന്ന വ്യക്തി അയോഗ്യനാവത്തില്ല എന്നും 5 കൊല്ലം കോർപ്പറേഷനിൽ ആരും തന്നെ അയോഗ്യത നേരിടേണ്ടി വരത്തില്ല എന്നുമാണ് VV രാജേഷിന്റെ ആ ഒരു വാക്കെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിൽ അത് പ്രകടമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും കമ്മികൾക്കും പൊങ്ങികൾക്കും വീണ്ടും വീണ്ടും പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ സംഘികളെ സംബന്ധിച്ചിടത്തോളം സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയിൽ കൊടുക്കാമെന്ന് കരുതിയ കമ്മിക്കും പൊങ്ങിക്കും ഇപ്പോൾ 8ന്റെ പണിയല്ല 16ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ടാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആകെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് സുഗതനെ എങ്ങനെയെങ്കിലും അയോഗ്യനാക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലാണ്. പക്ഷേ അതും BJPക്ക് ഒരു കുലുക്കവുമില്ല, സംഘികൾക്ക് ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ അയോഗ്യനാവത്തില്ല എന്നും സുഗതൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന തരത്തിൽ മാറുമെന്നുള്ളതുമാണ് BJPയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എന്തായാലും അത് ആ ഒരു തരത്തിൽ തന്നെ നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും VV രാജേഷിന്റെ ഈ ഉറപ്പിച്ചുള്ള ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെയും മാപ്പറകൾ പോലും ഞെട്ടുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് VV രാജേഷിന്റെ വായിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിശ്വാസം അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു നിയമ പോരാട്ടത്തിൽ സുഗതനെ പുറത്തു കൊണ്ടുവന്ന് കോർപ്പറേഷൻ എത്തിക്കുന്ന തരത്തിലോട്ട് BJP കാര്യങ്ങൾ മാറ്റുമോ എന്നുള്ളത് കണ്ടറിയും.